ടിഷ്യൂ കൾച്ചർ വാഴകൾ ആദ്യം കൊണ്ടുവന്നപ്പോൾ ഒരു പെൻസിലിൻ്റെ വണ്ണുണ്ടായിരുന്നുള്ളൂ. ഒരു ഐസ്ക്രീം കപ്പ് പോലത്തെ ഒരു കപ്പിലാണ് കൊണ്ടുവന്നിരുന്നത്. അതിൻ്റെ ഒരു മൂന്നാം തലമുറ അതോ നാലാണോ എന്നറിയില്ല വാഴയാണ് ഈ കാണുന്നത്. ഒരു 1.5-2 പൊക്കമുണ്ട്. ഇപ്പോൾ ഇത് കുലച്ചിട്ടുണ്ട്. അത് നല്ല രസമാണ് കാണാൻ. കാരണം അന്നത്തെ കഥ ഓർക്കുമ്പോഴാണ് അതിനൊരു പ്രാധാന്യം വരുന്നത്. ഒരു പെൻസിലിൻ്റെ വണ്ണമുള്ള വാഴ പിന്നീട് ഇതിപ്പോൾ 3 തലമുറ 4 തലമുറയായിട്ട് ഇങ്ങനെ നിലനിന്ന് പോവുകയാണ്. അപ്പോൾ അതിനൊരു കൗതുകം തന്നെയാണ്. 3 കൊല്ലം മുമ്പ് ആ ടിഷ്യൂ കൾച്ചർ വാഴ കൊണ്ടുവന്ന് കുഴിച്ചിട്ടതിൻ്റെ വീഡിയോ ക്ലിപ്പുകളാണിത്. ഒരു 10 ഉണ്ടായിരുന്നു, പല സ്ഥലത്തായിട്ടാണ് കുഴിച്ചിട്ടത്. ഇത് മണ്ണിൽ പറമ്പിൽ കുഴിച്ചിട്ട് തന്നെയാണ്. കണ്ടില്ലേ, അതിൻ്റെ വണ്ണം കണ്ടില്ലേ? ഇതിപ്പോൾ കുറച്ച് സ്വല്പമുണ്ട്, നന്ന ചെറുതല്ല. ചിലത് ഇതിലും ചെറുതായിരുന്നു. പല ചെടികളും പല തരത്തിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓരോന്നിൻ്റെയും സൈസിൽ വ്യത്യാസം ഉണ്ടായിരുന്നു. പിന്നെ വളരുന്ന സാഹചര്യം അനുസരിച്ചും വ്യത്യാസം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പറമ്പിൽ മണ്ണിൽ നേരിട്ട് കുഴിച്ചിട്ടാണ്. ഒരു ചെറിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ കുഴിച്ചിട്ടു. അതിൻ്റെ അവിടെ ഒരു കുത്തി വെച്ചെന്ന് വെച്ചാൽ കാട് പിടിച്ച് പുല്ല് വളരുമ്പോൾ ഇത് കാണാതെ പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അന്ന് അങ്ങനെ ചെയ്തത്. പിന്നീട് അതിൻ്റെ ഒരു ആവശ്യം ഉണ്ടാവില്ല എന്ന് മനസ്സിലായി. കാരണം അഭൂതപൂർവമായ വളർച്ച പിന്നീട് കണ്ടപ്പോൾ എന്തായാലും പുല്ലിൻ്റെ ഇടയിലും മൂടിപ്പോവില്ല എന്ന് മനസ്സിലായി. അതിൻ്റെ അപ്പുറത്ത് 2-3 കല്ലിൻ്റെ കഷ്ണവും വെച്ചിട്ടുണ്ട്, ഇത് കാണാതായി പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇത് അന്ന് വാങ്ങിച്ചപ്പോൾ ഒരു കൗതുകത്തിന് വലിയ ചെടിച്ചട്ടിയിൽ, ഇത് 18 ഇഞ്ച് ചെടിച്ചട്ടിയിൽ കുറച്ചെണ്ണം നട്ടു. അത് വീട്ടിൽ മുറ്റത്ത്, പറമ്പിലല്ല. അതിനി ചെടിച്ചട്ടിയിൽ വാഴ കുലയ്ക്കുമോ എന്നറിയാനുള്ളൊരു ആഗ്രഹത്തിന് ചെയ്തതാണ്. പക്ഷേ എന്തുണ്ടായിച്ചാൽ വലുതായൊക്കെ വന്നു. പക്ഷേ അത് പിന്നീട് കുറേ ചൊറിയുമ്പോൾ ധാരാളമായിട്ട് വന്നു. അപ്പോൾ വീട്ടുമുറ്റത്ത് ധാരാളം ചൊറിയുമ്പോൾ വരുന്ന വലിയ സുഖമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇതൊക്കെ പിന്നെ അവിടുന്ന് വീട്ടുമുറ്റത്ത് നിന്ന് മാറ്റി. ഇത് വീട്ടുമുറ്റത്ത് വളർന്നതാണ് ആദ്യം കണ്ടത്. പിന്നെ അത് പറിച്ച് പറമ്പിൽ കൊണ്ടുപോയി നട്ടു. ഇപ്പോൾ അത്യാവശ്യം തിരക്കില്ലാതെ സാധാരണ ഒരു ചെറിയ വാഴ ചെടിയുടെ പോലെയൊക്കെ വളർന്നു തുടങ്ങിയതാണ് അടുത്ത സൈഡിലെ ക്ലിപ്പിൽ കാണുന്നത്. അപ്പോൾ അത് വളരും എന്ന് മനസ്സിലായി. ആദ്യം ഇത് വാങ്ങിച്ചുകൊണ്ടുവന്നപ്പോൾ വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇതൊരു വാഴയാവുമോ, വാഴയായിട്ട് വല്ലതും അതിന് കിട്ടുമെന്നൊന്നും നമുക്ക് വലിയ ഉറപ്പില്ലാത്തൊരു സാഹചര്യമായിരുന്നു അന്നുണ്ടായിരുന്നത്. പിന്നെ ഇതാ കുറേ ചെടികളുണ്ടെന്ന് പറഞ്ഞില്ലേ, പറമ്പിൽ പല സ്ഥലത്തായിട്ട് പല ചെടികളിങ്ങനെ നട്ടുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എല്ലാം നന്നായിട്ട് വളരുന്നുണ്ടായിരുന്നു. പക്ഷേ ആദ്യം ഒരു വിശ്വാസക്കുറവ് തോന്നിയെന്ന് പറഞ്ഞില്ലേ, പിന്നെ ഇത് വളർന്നു വന്ന് കുറേ ഒരു കൊല്ലൊക്കെ ആയിട്ട് കായ്ക്കാണ്ടായപ്പോൾ പിന്നെയും സംശയമായി എന്തുകൊണ്ടാണിത് കായ്ക്കാത്തതെന്നുള്ളത്. പക്ഷേ അതിൻ്റേതായ ഒരു സമയമുണ്ടല്ലോ, വളരെ ചെറിയ ചെടിയിൽ നിന്ന് വളർന്നു വരുന്നതല്ലേ. അപ്പോൾ അതിന് അപ്പോൾ അതിൽ ഒരെണ്ണത്തിന് തൈ ഉണ്ടായി. ഇപ്പോഴേക്കും നല്ല വണ്ണമായി, കണ്ടില്ലേ? ഇതിപ്പോൾ ഒരു ശരിക്കുള്ള സാധാരണ വാഴയുടെ വണ്ണുണ്ട്. അപ്പോൾ ഒരു തൈ ഉണ്ടായതാണ് ആ കാണുന്നത്. ഒരിക്കൽ ഞാൻ ഒരു തൈ പറിച്ച് നട്ട് നോക്കി അന്ന്. അത് പക്ഷേ ശരിയായില്ല. പക്ഷേ പിന്നീട് ആ വാഴക്കൂട്ടങ്ങളൊക്കെ കണ്ടമാനമായിട്ട് വളർന്നു വരുന്നുണ്ട്. ഇപ്പോഴും ഉണ്ട്. ഇപ്പോൾ 3 തലമുറ 4 തലമുറയൊക്കെ ആയിട്ട്. അന്ന് പിന്നെ ഇതിന് വളം ചെയ്യാനുള്ള നോക്കിയപ്പോൾ അന്നത്തെ കോവിഡ് കാലമാണല്ലോ. അപ്പോൾ പുല്ലൊക്കെ എടുത്തിട്ട് നല്ലോണം ചെപ്പച്ചവറ് പുല്ലുകളൊക്കെ എടുത്തിട്ട് വളം ചെയ്യുന്ന കഥയാണ് ഈ കാണുന്നത്. മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചിലർ കണ്ടിട്ടുണ്ടാവും. കുറച്ച് കാലം മുമ്പാണ്, ഒരു 3 കൊല്ലം മുമ്പ് പോസ്റ്റ് ചെയ്ത പോസ്റ്റുകളാണ് ഇതൊക്കെ. അങ്ങനെ കുറേ കാലം കാത്തിരുന്നപ്പോൾ ഒരു വാഴക്കൊല വന്നു. വലിയ സന്തോഷമായിരുന്നു. കാരണം ഇത് കായ്ക്കില്ല എന്നൊക്കെ വിചാരിച്ച് കുറേ കാലം അന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു പലപ്പോഴും. ഇത് കായ്ക്കില്ലേ അതോ വെറും വളർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ ആലോചിച്ചിരുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം നോക്കിയപ്പോൾ ഒരു വാഴക്കൊല കണ്ടു. വലിയ സന്തോഷമായി. പിന്നെ അങ്ങോട്ട് മറ്റു വാഴകളും കുലയ്ക്കാൻ തുടങ്ങി. ധാരാളം വാഴക്കൊലകളും വാഴ ഇഷ്ടം പോലെയായി. കാരണം ഓരോന്നിലും 100-120 കായൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതെങ്ങനെ കഴിച്ചു തീർക്കും എന്നുള്ളൊരു അവസ്ഥ വരെ വന്നു. അത്രയ്ക്കധികം വന്നു. സുഹൃത്തുക്കൾക്കൊക്കെ കുറച്ച് വിതരണം ചെയ്തു. അങ്ങനെ അതൊരു എന്താ പറയുക, വളരെ ഉത്സാഹജനകമായ ഒരു സാഹചര്യമായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ വേനൽക്കാലം ശക്തി കൂടിയപ്പോൾ കുറേ വാഴകൾ ഒടിഞ്ഞു വീണു. മഴക്കാലത്ത് കാറ്റിൻ്റെ ശക്തിയിൽ കുറെണ്ണം പോയി. അതൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ 3 കൊല്ലമായിട്ടും ഇപ്പോഴും അതിൻ്റെ തലമുറകൾ ഇവിടെ നിലനിന്ന് പോകുന്നുണ്ട്. ഒരു 5-8 വാഴകൾ ഓരോ സ്ഥലത്തായിട്ട് ഇങ്ങനെ 2 കുഞ്ഞു പറമ്പുകളിലാണ് നന്നായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ചിലതൊക്കെ വേനൽക്കാലത്ത് ഒടിഞ്ഞു വീഴും. കാരണം വെള്ളം കിട്ടാത്ത സ്ഥലങ്ങളാണ്. പിന്നെ കാറ്റടിച്ചാൽ മഴക്കാലത്തും ഒടിഞ്ഞു വീഴും. പക്ഷേ
പക്ഷെ അതൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കണക്ക് കൂട്ടുന്നു. എന്നാലും മൊത്തത്തിൽ ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യമായിരുന്നു ഈ എന്താ പറയുക ടിഷ്യൂ കൾച്ചർ വാഴ നടൽ. കാരണം അന്ന് എനിക്ക് വാഴത്തൈ കിട്ടാനുള്ളൊരു സൗകര്യക്കുറവുണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു നഴ്സറിയിൽ നിന്ന് ടിഷ്യൂ കൾച്ചർ മതിയോ എന്ന് ചോദിച്ചത്. സന്തോഷത്തോടെ വാങ്ങിക്കൊണ്ടുവന്നു.